ഇവി ജന്മങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ജന്മമാണ് മനുഷ്യജന്മം. അനേകം ജന്മങ്ങളിലെ സുകൃതം കൊണ്ടാണ് മനുഷ്യജന്മം ലഭിക്കുക. മനുഷ്യനു മറ്റു ജീവികളിൽ വെച്ച് ലഭിച്ച വിശിഷ്ട ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യന് നന്മതിന്മകളെ വിവേചിച്ചറിയുന്നതിനുള്ള വിവേകം, വിശേഷബുദ്ധി ഇവ ഈശ്വരൻ പ്രദാനം ചെയ്തിട്ടുണ്ട്. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ഗുണങ്ങളെ സ്വീകരിച്ച് നല്ല വഴിയിൽ കൂടി യാത്ര ചെയ്ത് ജന്മലക്ഷ്യം സാധിക്കാനുള്ള ബുദ്ധിയാണ് വിശേഷബുദ്ധി. ഇത് മനുഷ്യന് മാത്രമേയുള്ളൂ, അന്യജീവികൾക്കില്ല. മനുഷ്യന്റെ ജന്മലക്ഷ്യം ജന്മരഹിതമായ മോക്ഷപ്രാപ്തിയാണ്. അതു നേടാൻ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. ഇതര ജന്മങ്ങളിൽ അത് സാധ്യമല്ല. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖവും ദുഃഖവും സാധാരണ മനുഷ്യരെ വികാരപ്പെടുത്തുന്ന രണ്ട് ഭാവങ്ങളാണ്. മനസ്സിന് അനുകൂലമെന്ന് തോന്നുന്ന കാര്യം സുഖപ്രദമായും പ്രതികൂലമെന്ന് തോന്നുന്നത് ദുഃഖമായും തോന്നുന്നു. ഈ സുഖം തന്നെ രണ്ടു തരമാണ്. ഒന്ന് ഭൗതിക സുഖവും രണ്ട് ആത്മസുഖവും. ഭോഗസുഖം തന്നെയാണ് ലൗകിക സുഖം. മനസ്സിന് അനുകൂലമായ ലൗകിക ഭോഗങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ മനുഷ്യന് തോന്നും ഇതുതന്നെ പരമസുഖം, ഇതിനപ്പുറം മറ്റൊരു സുഖമില്ല. എന്നാൽ ചില അവസരത്തിൽ ഇതേ സുഖം തന്നെ, അതായത് പരമാനന്ദമെന്ന് തോന്നിയ അതേ സുഖം തന്നെ ദുഃഖകാരണമായി തീരുന്നു. അതു നാശകാരണമായി തീരുമെന്ന ഒരവസ്ഥ സംജാതമായാൽ മനസ്സ് പതറുന്നു. ആകെ ഒരു കുഴച്ചിൽ അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഒരവസ്ഥയാണ് യുദ്ധകളത്തിൽ വെച്ച് മധ്യമ പാണ്ഡവനും വില്ലാളി വീരനും ഭക്തനും കൃഷ്ണസഹനുമായ പാർത്ഥന് സംജാതമായത്. ആ സമയം ഇതി കർത്തവ്യതാരൂഢനായി തീരുന്നു, ദുഃഖിക്കുന്നു. ഇതിൽ നിന്നും, അതായത് ദുഃഖത്തിൽ നിന്ന് എങ്ങനെ മോചനം സാധിക്കാമെന്ന് ഉഴറി തൻ്റെ സഖനും മിത്രവും ബന്ധുവും സാരഥിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണമടയുന്നു. ഭഗവാൻ സമയോചിതമായ